ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ട രോഗശാന്തിയെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പല രീതിയിൽ രോഗശാന്തി നടക്കും. അതിൽ നാലാമതായി ഞാൻ പറഞ്ഞത് നല്ല മരണവും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനവും സൗഖ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി വർഷങ്ങളായിട്ട് ബെഡിൽ തന്നെ കിടക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് 6 മാസത്തിലധികമായി ഇപ്പോൾ ബെഡിലായിരിക്കുന്നത്. ഡോക്ടർമാർ നേരത്തെ വിധി എഴുതി, വർഷങ്ങൾക്ക് മുമ്പേ വിധി എഴുതിയതാണ് മരിച്ചു പോകുമെന്ന്. അത് ദൈവം ആ സഹോദരിക്ക് ആയുസ് കൊടുത്തിരിക്കുകയാണ്. സഹോദര, എൻ്റെ സഹോദരിക്ക് വേണ്ടി വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സഹോദരിയെ കാണാൻ വേണ്ടി ചെന്നു. അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ മദറിനെ കണ്ടു. മദർ സഹോദരി എൻ്റെ അടുത്താണ് കിടക്കുന്നത്, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു, ഈ സഹോദരി 3 പേരോട് ക്ഷമിക്കാനുണ്ട്. എന്നെ കൊണ്ടുപോയ സഹോദരനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ സന്യാസ ഭവനത്തിലെ അധികാരിയോട് പറഞ്ഞു, 3 പേരോട് ക്ഷമിക്കാനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. ഈ 3 പേര് ഇവിടെയുള്ളവരാണോ? അതെ, 3 പേരും ഇവിടെയുള്ളവരാണ്. ക്ഷമ ചോദിച്ചു, പക്ഷെ അവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അധികാരിയോട് പറഞ്ഞു, എൻ്റെ കൂടെ വരിക. അധികാരി എന്നെ കൊണ്ടുവന്ന് ആ സഹോദരിയെ കാണിച്ചിട്ട് അധികാരി മാറിപ്പോയി. ഞാൻ ആ സഹോദരിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സഹോദരിക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ഇങ്ങോട്ട് സംസാരം പോരാ, അത്ര വ്യക്തമായി മനസ്സിലാവില്ല, ശബ്ദം തീരെ കുറവാണ്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈശോ ക്ഷമിച്ചതുപോലെ നമ്മളും ക്ഷമിക്കണ്ടേ? വ്യവസ്ഥയില്ലാതെ ഈശോ നമ്മളോട് ക്ഷമിച്ചില്ലേ, നമുക്കും ക്ഷമിക്കാം. സിസ്റ്റർ ആം എന്ന് തീരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കാനുള്ള അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്, ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാം. ഈശോ നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് കുറച്ച് കാര്യങ്ങൾ ആ സിസ്റ്ററോട് സംസാരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീണ്ടും സന്യാസ സഭയുടെ അധികാരിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആത്മാവ് എന്നോട് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഞാൻ ആ പ്രാർത്ഥന അധികാരിയോട് പറഞ്ഞപ്പോൾ അധികാരി പറഞ്ഞു, ബ്രദർ തന്നെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, അല്ല, ഇതിൻ്റെ അധികാരി, ഈ സിസ്റ്ററിനെ സംബന്ധിച്ചുള്ള അധികാരി ഇപ്പോൾ മദറാണ്, മദർ തന്നെ ആ പ്രാർത്ഥന ചൊല്ലണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോയി. 1 മിനിറ്റ് പോലും ഇല്ലാത്ത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലി തീർന്ന സമയത്ത് ഈ സഹോദരി കാല് രണ്ടും വലിക്കുന്നത് കണ്ടു. പുറത്തു നിന്നിരുന്ന സഹോദരൻ ഓടി വന്ന് കാലിൽ പിടിച്ചു. മദർ കണ്ണിൻ്റെ മിഴി പോള താഴത്തേക്കാക്കി അടച്ചു. ആ സഹോദരി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയ സഹോദരങ്ങളെ, ക്ഷമിച്ചുകൊണ്ടുള്ള ജീവിതം ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായി മാറി. അനുദപിക്കുവാൻ അവസരം കൊടുത്തു, പശ്ചാത്തപിക്കുവാൻ അവസരം കൊടുത്തു. ദൈവം ആ മകളുടെ പ്രാർത്ഥന കേട്ടു. ദൈവം ആ മകളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നല്ല മരണവും ഒരു സൗഖ്യമാണ്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്
എന്ന കാര്യം ഓർത്തിരിക്കുക. സ്നേഹമുള്ളവരെ, രോഗാവസ്ഥയിലായിരിക്കുന്നവര്, മരണാസന്നരായിരിക്കുന്നവരെ വ്യക്തികളെയും നമ്മൾ ഇപ്പോൾ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്താം. ദൈവമേ, അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. കർത്താവേ, ഡോക്ടർമാർ വിധി എഴുതി ഇനി ജീവിക്കില്ല, പ്രായമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും നിന്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊന്നും നീ തരികയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ദോഷമായിട്ടുള്ളതൊന്നും നീ ഞങ്ങൾക്ക് നൽകുകയില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.